വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേണിംഗ്. ഇന്ന് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് 10th പ്രിലിംസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഓവറോൾ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു. സ്റ്റാൻഡേർഡ് ആൻഡ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇന്നത്തെ സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. ഓപ്ഷൻ സി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. ഓപ്ഷൻ ഡി, അക്കാമ ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നതിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ.പി. മേനോൻ? ഓപ്ഷൻ എ, കീഴരിയൂർ ബോംബ് കേസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി ഏതാ? ഓപ്ഷൻ ബി, കൂട്ട്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, മഹാകവി ജി. ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി, ശ്രീനാരായണ ഗുരു. ആറാമത്തെ ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ സി, ധോളാവിര. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഇതിൽ ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബിയിലുള്ള ഒന്ന് മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. അത് ആനി ബസന്റുമായി ബന്ധമില്ലാത്ത ഒരു പ്രസ്താവനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശപഥം എഴുതിയതാരാണ്? ഓപ്ഷൻ എ, സുബ്രഹ്മണ്യ ഭാരതി. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, ഇ.വി. രാമസ്വാമി നായ്ക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം? ഓപ്ഷൻ ബി, തെലങ്കാന. അടുത്തത്, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ലുള്ള ഒന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവനകളാണ് ശരി. അടുത്തത്, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ഓപ്ഷൻ എ, നിഹോൺ ഹിഡാൻക്യോ. 13ാമത്തെ ക്വസ്റ്റ്യൻ, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി? ഓപ്ഷൻ ബി, കാരിച്ചാൽ ചുണ്ടൻ. 14ാമത്തെ, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അതാണ് ശരിയായ ജോഡി. 15ാമത്തെ ക്വസ്റ്റ്യൻ, 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം? ഓപ്ഷൻ എ, ഇന്ത്യ. അടുത്തത്, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജാൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ സി, 2010. 18ാമത്തെ, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം? ഓപ്ഷൻ എ, കേരളം. കുടുംബശ്രീയുടെ പദ്ധതിയാണത്. അടുത്ത ക്വസ്റ്റ്യൻ, 19, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. ഇത്രയാണ് ഓപ്ഷനിലുള്ളത്. അതിൽ രണ്ടാമത്തെ മാത്രമാണ് നിസ്സഹകരണ പ്രസ്താവനവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി, 2 മാത്രം. 20ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? ഓപ്ഷൻ ഡി, നവമഞ്ചരിയാണ് ആൻസർ. 21, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഓപ്ഷൻ സി, രാമനാട്ടം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള നദി? ഓപ്ഷൻ ഡി, മഞ്ചേശ്വരം പുഴ. അടുത്തത്, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ, ചിങ്ങം 1. അടുത്ത ക്വസ്റ്റ്യൻ, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമേത്? ഓപ്ഷൻ ബി, നാഫ്ത. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? ഓപ്ഷൻ ഡി, നീണ്ടകര. അടുത്തത്, നൗറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശ്. അടുത്തത്, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത്? ഓപ്ഷൻ എ, കസാൻ, റഷ്യ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുർ ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, പഞ്ചസാര വ്യവസായം. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി, മധ്യപ്രദേശ്.
30ാമത്തെ ചോദ്യം അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ഓപ്ഷൻ എ ആഗോള സുസ്ഥിര വികസനം. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. ഓപ്ഷൻ ഡി വേമ്പനാട്ടു കായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം. ഓപ്ഷൻ ബി ബുദ്ധമയൂരി. 33 കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ എ കബനി. 34 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം. ഓപ്ഷൻ ഡി PR ശ്രീജേഷ്. 35ാമത്തെ ചോദ്യം ഇരവിക്കുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗമേത്? ഓപ്ഷൻ സി വരയാട്. 36ാമത്തെ ചോദ്യം ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ഓപ്ഷൻ ഡി നമച്ച ബർവ. 37ാമത്തെ ചോദ്യമാണ് കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഓപ്ഷൻ സി കരീവ. അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം. ഓപ്ഷൻ സി റാറ്റ് ഹോൾ മൈനിങ്. 39ാമത്തെ ചോദ്യം ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. 40ാമത്തെ ചോദ്യം മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമേത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്? ഓപ്ഷൻ ബി സുകുമാർ സെൻ. അടുത്ത ക്വസ്റ്റ്യൻ അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്? ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? ഇവിടെ കൊടുത്തിട്ടുള്ളവരെല്ലാം ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ഓപ്ഷൻ ഡി ഇവയെല്ലാം. നെക്സ്റ്റ് താഴെ പറയുന്നവരിൽ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അതായത് സതിഹിത ബോധിനി പറഞ്ഞത് മാത്രം രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ അല്ലാത്തതാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഇതിൽ ശരിയായ ജോഡി രണ്ടാമത്തെയും മൂന്നാമത്തെയുമാണ്. അത് ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്തത് മഹാത്മാഗാന്ധിയെക്കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? എല്ലാം ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ ഒന്ന് മാത്രം. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ജനീവ അതാണ് തെറ്റായ ജോഡി. അടുത്തത് ഇന്ത്യൻ വിൻസെൻ്റ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാര്? ഓപ്ഷൻ സി അബ്ദുൽ കലാം ആസാദ് ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. അത് നോക്കി വയ്ക്കാം. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര്? ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യ. 53 ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നുള്ള ഏതെല്ലാം? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ രാഷ്ട്രപതി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രം. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി 1ഉം 2ഉം 4ഉം മാത്രമാണ് ശരിയായ ജോഡി. അടുത്തത് വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്? ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറേ വന്നിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത ക്വസ്റ്റ്യൻ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം 3ഉം മാത്രം. ഇനി നമ്മൾ സയൻസ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ പേപ്പറിലെ 61ാമത്തെ ക്വസ്റ്റ്യനാണ്. പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക്. ഓപ്ഷൻ ഡി ത്വരണം. അടുത്തത് ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ഓപ്ഷൻ ബി ന്യൂട്ടൺ. അടുത്തത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ്. ഓപ്ഷൻ ബി ഗതികോർജ്ജം. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആറ്റോമിക് റിയാക്ടറുകൾ. അടുത്തത് കടലിൻ്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണം ആണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം. ഓപ്ഷൻ എ അൾട്രാസോണിക്. അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? ഓപ്ഷൻ സി ഫ്ലോറിൻ. അടുത്തത് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. ഓപ്ഷൻ ബി അൽനിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നതിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ബേക്കലൈറ്റ്. അടുത്തത് പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ഏണസ്റ്റ് റുദർഫോർഡ്. അടുത്തത് LPGയിലെ മുഖ്യ ഘടകം. ഓപ്ഷൻ ബി ബ്യൂട്ടൈൻ. അടുത്തത് തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. വേനൽക്കാലത്ത് വാസോപ്രസിൻ്റെ അളവ് കുറവായിരിക്കും. അത് തെറ്റായതാണ്. അടുത്തത് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2 ശരി, 3, 4 തെറ്റ്. അതാണ് ശരി ഉത്തരം. അടുത്തത് ക്യൂണിക്കൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മുയൽ വളർത്തൽ. അടുത്തത് കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഓപ്ഷൻ ഡി തെന്നി നീങ്ങുന്ന സന്ധി. അടുത്തത് സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3 ശരി. അടുത്തത് സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻ എ ഓവ്യൂൾ വിത്താകുന്നു. അടുത്തത് എക്സിറ്റ് കൺസർവേഷന് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അടുത്തത് ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ഗോൾജി കോംപ്ലക്സ്. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. ഓപ്ഷൻ ബി ഗ്ലോബുലിൻ. അടുത്തത് തന്നിരിക്കുന്നതിൽ മാംസ്യത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ലിപ്പേസ്. സയൻസ് സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മാത്സ് സെക്ഷനാണ്. അത് ഞാൻ വായിച്ചു പോവുക, നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ആൻസർ ഞാൻ ഇവിടെ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാനരി. ഓപ്ഷൻ എ 63. ഇതെങ്ങനെ വന്നു എന്ന് നിങ്ങൾ ചെയ്തു നോക്കണം. അടുത്തത് 82ാമത്തെ ക്വസ്റ്റ്യൻ ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? ഓപ്ഷൻ എ 2. ക്വസ്റ്റ്യൻസിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി 3rd സ്റ്റേജ് എക്സാം ഉള്ളവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.